നമസ്കാരം, മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. പൂരങ്ങളുടെ പൂരത്തിന് കൊടിയേറി. ഇനി കണ്ണും കാതും തൃശൂരിലേക്ക്. പ്രധാന പങ്കാളികളായ തിരുവമ്പാടി, പാറമേക്കാവ് ക്ഷേത്രങ്ങളിലും ഘടകക്ഷേത്രങ്ങളിലും കൊടിയേറി. പെഹൽഗാം തീവ്രവാദി ആക്രമണത്തിൽ പ്രതിഷേധിച്ച് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി 3000-ഓളം യൂണിറ്റുകളിൽ മെഴുകുതിരി കത്തിച്ച് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. വെങ്കടശ്ശേരി ഐക്കുന്ന് പാണ്ഡവഗിരി ദേവി ക്ഷേത്രത്തിൽ ദ്രൗപദി ദിനം ആചരിച്ചു. സ്വാമി ഭൂമാനന്ദ തീർത്ഥ മഹാരാജ് ഉദ്ഘാടനം ചെയ്തു. മധ്യവയസ്കനെ ഫ്ലക്സ് കട്ടർ കത്തികൊണ്ട് കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ. വാടാനപ്പള്ളി തൃത്തല്ലൂർ സ്വദേശിയും വടക്കേക്കാട് താമസിച്ചു വരുന്ന ബേത്തേരി വീട്ടിൽ സലീഷിനെയാണ് വാടാനപ്പള്ളി പോലീസ് പിടികൂടിയത്. വാർത്തകൾ വിശദമായി. പൂരങ്ങളുടെ പൂരത്തിന് കൊടിയേറി. ഇനി കണ്ണും കാതും തൃശൂരിലേക്ക്. പ്രധാന പങ്കാളികളായ തിരുവമ്പാടി, പാറമേക്കാവ് ക്ഷേത്രങ്ങളിലും ഘടകക്ഷേത്രങ്ങളിലും കൊടിയേറി. ഒരാഴ്ചക്കാലം ഇനി തൃശൂർ പൂരം ലഹരിയിലലിയും. മെയ് 6-നാണ് തൃശൂർ പൂരം. ആദ്യം പൂരം കൊടിയേറിയത് ഘടകക്ഷേത്രമായ ലാലൂർ കാർത്യായനി ക്ഷേത്രത്തിലായിരുന്നു. തുടർന്ന് പ്രധാന പങ്കാളിയായ തിരുവമ്പാടി ക്ഷേത്രത്തിലായിരുന്നു കൊടിയേറ്റ്. ആർപ്പുവിളികളും ആരവങ്ങളുമായി ദേശക്കാർ ചേർന്ന് കൊടിമരമുയർത്തി. അങ്ങനെ ഒരു പൂരക്കാലത്തെ കൊടി തിരുവമ്പാടിക്കാർ വരവേറ്റു. പിന്നാലെ പൂരാവേശം അലതല്ലി പാറമേക്കാവിലും കൊടിയേറ്റ്. ക്ഷേത്രം ഭാരവാഹികളും ദേശക്കാരും ചേർന്ന് കൊടിക്കാലുയർത്തി. മെയ് 4-നാണ് സാമ്പിൾ വെടിക്കെട്ട്. 5-ന് കൊമ്പൻ എറണാകുളം ശിവകുമാർ തെക്കേ ഗോപുരനട തുറന്ന് നിലപാട് തറയിലെത്തി ശംഖുവിളിച്ച പൂരവിളംബരം നടത്തും. 6-നാണ് വിശ്വപ്രസിദ്ധമായ തൃശൂർ പൂരം. മുൻവർഷങ്ങളിലേതുപോലെ ഇക്കുറിയും കുടമാറ്റത്തിലും വെടിക്കെട്ടിലും ഉൾപ്പെടെ പല സസ്പെൻസുകളും കരുതി വയ്ക്കുന്നുണ്ട് പാറമേക്കാവും തിരുവമ്പാടിയും. പെഹൽഗാം തീവ്രവാദി ആക്രമണത്തിൽ പ്രതിഷേധിച്ച് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി 3000-ഓളം യൂണിറ്റുകളിൽ മെഴുകുതിരി കത്തിച്ച് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ഇതിന്റെ ഭാഗമായി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചേർപ്പ് യൂണിറ്റിലും മെഴുകുതിരി തെളിയിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് കെ ഭാഗ്യനാഥൻ നേതൃത്വം നൽകി. വെങ്കടശ്ശേരി ഐക്കുന്ന് പാണ്ഡവഗിരി ദേവി ക്ഷേത്രത്തിൽ ദ്രൗപദി ദിനം ആചരിച്ചു. സ്വാമി ഭൂമാനന്ദ തീർത്ഥ മഹാരാജ് ഉദ്ഘാടനം ചെയ്തു. ദേവിയുടെ പഞ്ചലോഹ വിഗ്രഹത്തോടെ പാണ്ഡവഗിരി പദഘോഷയാത്ര, നാമസങ്കീർത്തനം, നാദസ്വരം, വാർഷിക സമൂഹ ഉദയാസ്തമന പൂജ, അമൃതഭോജനം, തിരുവാതിരക്കളി, നൃത്തനൃത്യങ്ങൾ എന്നിവയുണ്ടായിരുന്നു. പേരക്കുട്ടിയെ ഭീഷണിപ്പെടുത്തിയത് ചോദ്യം ചെയ്തതിലുള്ള വൈരാഗ്യത്താൽ വാടാനപ്പള്ളി ഭഗവതി ക്ഷേത്ര മൈതാനത്ത് വെച്ച് മധ്യവയസ്കനെ ഫ്ലക്സ് കട്ടർ കത്തികൊണ്ട് കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ. വാടാനപ്പള്ളി തൃത്തല്ലൂർ സ്വദേശി, നിലവിൽ വടക്കേക്കാട് താമസിച്ചു വരുന്ന മേത്തശ്ശേരി വീട്ടിൽ സലീഷിനെയാണ് വാടാനപ്പള്ളി പോലീസ് പിടികൂടിയത്. തളിക്കുളം എടശ്ശേരി കാട്ടിരംകുന്ന് വീട്ടിൽ 59 വയസ്സുള്ള ബാബുവിനെയാണ് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. ബാബുവിന്റെ മകളുടെ മകനുമായി പ്രതി തർക്കത്തിലേർപ്പെടുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തത് ചോദ്യം ചെയ്തതിലുള്ള വൈരാഗ്യത്താലാണ് ചൊവ്വാഴ്ച രാത്രി 8-ഓടെ വാടാനപ്പള്ളി ഭഗവതി ക്ഷേത്രത്തിന് മുൻവശം വെച്ച് സലീഷ് ബാബുവിനെ ആക്രമിച്ചത്. ഫ്ലക്സ് കട്ടർ കത്തികൊണ്ട് കഴുത്തിലും നെഞ്ചിലുമാണ് സലീഷ് ബാബുവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ചത്. സാരമായി മുറിവേറ്റ ബാബു തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. അറസ്റ്റിലായ സലീഷിന് വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ 3 അടിപിടി കേസുകളുണ്ട്. വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ NB ഷൈജു, സബ് ഇൻസ്പെക്ടർമാരായ ശ്രീലക്ഷ്മി, തോമസ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ഫിറോസ്, രാജ്കുമാർ, സിവിൽ പോലീസ് ഓഫീസർമാരായ അലി, അമൽ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. ഒല്ലൂർ ഫൈഡസ് കണ്ണാശുപത്രിയുടെ 1-ാം വാർഷിക ആഘോഷങ്ങൾക്ക് മെയ് ദിനത്തിൽ തുടക്കം. വ്യാഴാഴ്ച രാവിലെ 7-ന് ലഹരിക്കെതിരെ മാരത്തോണുമായാണ് 1 മാസം നീളുന്ന 1-ാം വാർഷികാഘോഷങ്ങൾ ആരംഭിക്കുക.
മാരത്തോൺ പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ സുധീരൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. വാർഷികത്തോടനുബന്ധിച്ച പൊതുയോഗം 19 രാവിലെ 9 ചേരും. മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും. നിർധനരായ ഒരാൾക്ക് സൗജന്യ തിമിര ശസ്ത്രക്രിയ, 5 പേർക്ക് സൗജന്യ കണ്ണട വിതരണം, നേത്രദാന സമ്മതപത്രം കൈമാറൽ എന്നിവ ചടങ്ങിൽ നടക്കും. വാർത്താ സമ്മേളനത്തിൽ എ സിനോജ് ജോസ്, വിഷ്ണു ശങ്കർ, ആൻസൺ ആന്റണി, കൃഷ്ണവേണി, NP അശ്വതി എന്നിവർ പങ്കെടുത്തു. നമ്മുടെ ഫൈഡസ് കണ്ണാശുപത്രി ആരംഭിച്ചിട്ട് 1 വർഷം തികയാണ്. മെയ് 19 നമ്മൾ ആരംഭിച്ചത്. കഴിഞ്ഞ വർഷം 1 വർഷം തികയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മെയ് മാസം മുഴുവനായിട്ട് ഒരു സൗജന്യ നേത്ര പരിശോധന ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വാർഷിക ആഘോഷങ്ങൾ നമ്മൾ ആരംഭിക്കുന്നത് മെയ് 1 തീയതിയാണ്. ലഹരിക്കെതിരെയുള്ള മാരത്തോണോട് കൂടിയിട്ടാണ് നമ്മളത് ആരംഭിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉല്ലൂർ ACP സുധീരൻ സാറാണ് നമുക്കത് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത്. കാലത്ത് 7 മണിക്ക് 1 തീയതി കാലത്ത് 7 മണിക്ക് മാരത്തോൺ ആരംഭിക്കും. ഒരു 8 മണിയോട് കൂടി അവസാനിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വാർഷികാഘോഷങ്ങളുടെ ഒരു ഉദ്ഘാടനം പ്ലസ് ഇപ്പോഴുള്ള ഒരു കാലികമായിട്ടുള്ള ഒരു സമയത്ത് നമുക്കറിയാവുന്ന കുറേ സെലിബ്രിറ്റീസ് എല്ലാം ഈ ലഹരിയുടെ ഒരു ഇതിൻ്റെ പ്രശ്നം വരുന്നുണ്ട്. കുറേ പേര് അറസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഫൈഡസ് കണ്ണാശുപത്രിയോട് ഞങ്ങളെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ ജനങ്ങൾക്കൊരു ബോധവൽക്കരണം കൊടുക്കുക എന്നുള്ളതാണ് ഈ മാരത്തോൺ എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വെങ്ങടിശ്ശേരി അഡാപ്റ്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഭൗതിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്കായി നടത്തിവരുന്ന വേനൽക്കാല ക്യാമ്പ് ചങ്ങാത്തക്കളരി 9ാം ദിവസം പിന്നിട്ടു. നാടൻപാട്ട് കലാകാരൻ രഞ്ജിത്ത് കുറുമ്പിലാവ് പങ്കെടുത്തു. കുട്ടികളുടെ വിവിധങ്ങളായ കലാപരിപാടികൾ അവതരിപ്പിച്ചു. കുട്ടികളുമായി സംവദിച്ചു. കുട്ടികളൊത്ത് നാടൻ പാട്ടുകൾ പാടി. അഡാപ്റ്റ് സൊസൈറ്റി പ്രസിഡന്റ് സണ്ണി പരിപാടികൾക്ക് നേതൃത്വം നൽകി. അമ്മടമാറിന്റെ ചൂടേറ്റു കിടക്കാനും ഏറെ കുതിയുണ്ടേ പെറ്റോരമ്മേ. ആരിയ നെല്ലിന്റെ ഓലം നാടും പോലെ ചാഞ്ചാടും നീ ചേരിഞ്ഞാട്. ഞാറ്റുമുടി കുത്തി താളത്തിൽ പാടണ പാട്ടു കേട്ട് നീ ഉറങ്ങ്. അഖില കേരള ബാലജന സഖ്യം തൃശൂർ യൂണിയൻ വേനൽക്കൂട്ടം സംഘടിപ്പിച്ചു. അവധിക്കാല ക്യാമ്പ് TV അവതാരകൻ ഹരി P നായർ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ സഹരക്ഷാധികാരി TT പോൾ അധ്യക്ഷത വഹിച്ചു. സഹകാരി ഫോറം കൺവീനർ KB പ്രമോദ്, തൃശൂർ മാർത്തോമ ഗേൾസ് ഹൈസ്കൂൾ പ്രധാനാധ്യാപിക ലീന തോമസ്, ഏങ്ങണ്ടിയൂർ BLS യൂണിറ്റ് സഹകാരി OK പ്രൈസൻ എന്നിവർ സംസാരിച്ചു. വരയും വർണ്ണവും വിഷയത്തിൽ ചിത്രകലാധ്യാപിക അനിത വർമ്മ, കവിതകളും നാടൻപാട്ടുകളും പഴഞ്ചൊല്ലുകളുമായി കവി ജയൻ എടത്ര, ആയോധന കലകളും കുട്ടികളും വിഷയത്തിൽ സിംഫണി അക്കാദമി, ജപ്പാൻ കരാട്ടെ അസോസിയേഷൻ കേരള ചെയർമാൻ ചീഫ് ഇൻസ്ട്രക്ടർ VK സജീവ്, ലഹരിക്കെതിരെ KL ആന്റണി എന്നിവർ ക്ലാസുകൾ നയിച്ചു. ലഹരിക്കെതിരെ കുട്ടികൾ ബോധവൽക്കരണ സമൂഹ ചിത്രം വര നടത്തി. ആന ചിത്രത്തെ അടിസ്ഥാനമാക്കി നടത്തിയ അടിക്കുറിപ്പ് മത്സരത്തിൽ അനന്യ ഗിരീഷ്, MS ശിവാനി എന്നിവർ വിജയികളായി. മികച്ച ക്യാമ്പ് അംഗമായി വെങ്ങിണിശ്ശേരി ഗുരുകുലം പബ്ലിക് സ്കൂൾ കർമ്മനിരത സഖ്യം യൂണിറ്റ് അംഗം മുഹമ്മദ് സ്വാലിഹിനെ തെരഞ്ഞെടുത്തു. പുത്തൻപേടിക സെന്റ് ആന്റണീസ് പള്ളിയിലെ യൂണിറ്റ് 12 സീലോഹ കുടുംബ കൂട്ടായ്മയുടെ വാർഷികാഘോഷം നടന്നു. വികാരി ഫാദർ ജോസഫ് മുരിങ്ങാത്തേരി ഉദ്ഘാടനം നിർവഹിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് ആന്റോ തൊറൈൻ അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ ജോഫിൻ അക്കരപ്പട്ടിയേക്കൽ, ഉദയപൂർ രൂപതയിലെ ഫാദർ നൈജോ ചിറ്റിലപ്പിള്ളി, പാതുവ കോൺവെന്റ് മദർ സുപ്പീരിയർ സിസ്റ്റർ ഷിജി ആന്റോ, സിസ്റ്റർ ജോളി മരിയ, കൈക്കാരൻ സണ്ണി KA, ആൽഡ്രിൻ ജോസ്, വിൻസെന്റ് കുണ്ടുകുളങ്ങര, ഷാലി ഫ്രാൻസിസ്, കൊച്ചുത്രേസ്യ ജോസ്, മേരി ജോണി, ഹേന ഷാജി എന്നിവർ സംസാരിച്ചു. യൂണിറ്റ് സെക്രട്ടറി പോൾ തട്ടിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കോൺവെന്റിൽ നിന്നും സ്ഥലം മാറ്റം ലഭിച്ച മദർ സുപ്പീരിയർ സിസ്റ്റർ ഷിജി ആന്റോ, കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ കോർഡിനേറ്ററായി തെരഞ്ഞെടുക്കപ്പെട്ട ആന്റോ തൊറയൻ, പഴുവിൽ ഫൊറോന മാതൃവേദി പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ഷാലി ഫ്രാൻസിസ് എന്നിവരെ അനുമോദിച്ചു. യൂണിറ്റിലെ 75 വയസ്സിന് മുകളിലുള്ളവരെയും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികളെയും മുതിർന്നവരെയും ആദരിച്ചു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. സ്റ്റിജി സിജോ, ജ്വാല സിൻഡോ, സ്മിന ഡാൾട്ടൻ, പ്രിൻസ് തട്ടിൽ, ഡേഗോ ദേവസി, ജിഷ ജോബിഷ് എന്നിവർ നേതൃത്വം നൽകി. പുത്തൻപേടിക സെന്റ് ആന്റണീസ് പള്ളിയിൽ കത്തോലിക്ക കോൺഗ്രസിന്റെ 107ാം ജന്മദിനാഘോഷം സംഘടിപ്പിച്ചു. യൂണിറ്റ് ഡയറക്ടറും ഇടവക വികാരിയുമായ ഫാദർ ജോസഫ് മുരിങ്ങാത്തേരി ഉദ്ഘാടനം ചെയ്തു.
കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ആൻഡോ തൊറൈൻ അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് ഡയറക്ടർ ജോഫിൻ അക്കര പട്ടിയേക്കൽ സന്ദേശം നൽകി. പാതുവ മദർ സുപ്പീരിയർ സിസ്റ്റർ ഷിജി ആൻഡോ മുഖ്യാതിഥിയായിരുന്നു. ജെസ്സി വർഗീസ്, ലൂയിസ് താണിക്കൽ, KA വർഗീസ്, ആൽഡ്രിൻ ജോസ്, ആനി ജോയ് എന്നിവർ സംസാരിച്ചു. വിൻസെന്റ് കുണ്ടുകുളങ്ങര, ഷാജു മാളിയേക്കൽ, AC ജോസഫ്, വിൻസെന്റ് മടാശ്ശേരി, ആൻഡോ തട്ടിൽമണ്ടി, ആൻഡോ പുലിക്കോട്ടിൽ എന്നിവർ നേതൃത്വം നൽകി. പ്രതിജ്ഞ പുതുക്കലും മധുര വിതരണവും ഉണ്ടായിരുന്നു. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 8,980 രൂപ, പവന് 71,840 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. പൂരങ്ങളുടെ പൂരത്തിന് കൊടിയേറി. ഇനി കണ്ണും കാതും തൃശൂരിലേക്ക്. പ്രധാന പങ്കാളികളായ തിരുവമ്പാടി, പാറമേക്കാവ് ക്ഷേത്രങ്ങളിലും ഘടകക്ഷേത്രങ്ങളിലും കൊടിയേറി. പെഹൽഗാം തീവ്രവാദി ആക്രമണത്തിൽ പ്രതിഷേധിച്ച് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി 3000-ഓളം യൂണിറ്റുകളിൽ മെഴുകുതിരി കത്തിച്ച് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. വെങ്കടശ്ശേരി ഐക്കുന്ന് പാണ്ഡവഗിരി ദേവി ക്ഷേത്രത്തിൽ ദ്രൗപദി ദിനം ആചരിച്ചു. സ്വാമി ഭൂമാനന്ദ തീർത്ഥ മഹാരാജ് ഉദ്ഘാടനം ചെയ്തു. മധ്യവയസ്കനെ ഫ്ലക്സ് കട്ടർ കത്തികൊണ്ട് കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ. വാടാനപ്പള്ളി തൃത്തല്ലൂർ സ്വദേശിയും വടക്കേക്കാട് താമസിച്ചു വരുന്ന ബേത്തേരി വീട്ടിൽ സലീഷിനെയാണ് വാടാനപ്പള്ളി പോലീസ് പിടികൂടിയത്. ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.